മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളാണ് മൂകാംബിക ദേവിക്ക്. നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ മോഹങ്ങളെ ഇല്ലാതാക്കുന്ന ശത്രു സംഹാരിണിയായ മഹാകാളിയായും ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയായും നല്ലത് പറയാനും പ്രവർത്തിക്കാനും നല്ലത് മാത്രം നാവിലോതുന്ന ജ്ഞാനത്തിൻ്റെ ദേവതയായ സരസ്വതിയായും മൂകാംബിക ഇവിടെ കുടികൊള്ളുന്നു. മനുഷ്യരെ സൽപ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതിരൂപങ്ങളാണ് ഈ ദേവിയുടെ ഈ 3 ഭാവങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതായിരിക്കും. കർണാടകയിലെ കൊല്ലൂരിൽ കുടജാദ്രി മലകളുടെ താഴ്വാരത്ത് സൗവർണിക നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിലെ എല്ലാ ജാതി മതസ്ഥർക്കും ദർശനം അനുവദനീയമാണ് കേട്ടോ. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന് സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എന്തെങ്കിലും ഒരു മലയാളിയെങ്കിലും എത്താതെ വരികയാണെങ്കിൽ ദേവി മലയാളക്കരയിലേക്ക് പോകും എന്ന് ഒരു വിശ്വാസം കൂടിയുണ്ട് ഇവിടെ. മൂകാംബികയിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് പാപ പരിഹാരമാണത്രേ. പുണ്യസ്നാനം കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. സൗവർണിക നദിയിൽ കുളിച്ചിട്ടാണ് മൂകാംബികയിൽ ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. അറിയാതെ പോലും ചെയ്തു കൂട്ടിയ പാപങ്ങൾ കഴുകിക്കളയുക എന്ന വിശ്വാസമാണ് സൗവർണിക നദിയിലെ സ്നാനം. നിരവധി ഔഷധ സസ്യങ്ങളിൽ തട്ടി ഒഴുകുന്ന ജലമാണ് സൗവർണിക നദിയിലേത്. അതുകൊണ്ട് തന്നെ ഇത് ഔഷധമൂല്യമുള്ളതാണ്. രാമരാവണ യുദ്ധ സമയത്ത് ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവരുമ്പോൾ മരുത്വാമലയിൽ നിന്ന് അടർന്നു വീണ ഒരു ഭാഗത്തിൽ നിന്നാണ് സൗവർണിക നദിയുടെ ഉത്ഭവം. ജഗദംബികയായ അമ്മ മൂകാംബികയെ കാണാനായി എത്തുന്നവർ ആദ്യം സൗവർണിക നദിയെ തൊട്ട് വന്ദിച്ച് സുവർണൻ എന്ന ഗരുഡൻ തപസ്സു ചെയ്ത ഈ പുണ്യസ്ഥലത്തിന്റെ മാഹാത്മ്യത്തെ അറിഞ്ഞ് സ്നാനാദികൾ കഴിഞ്ഞ് മൂകാംബിക ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ വേണം ക്ഷേത്രഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ. കോലമഹർഷി തപസ് ചെയ്ത സ്ഥലം കോലാപ്പൂർ ആവുകയും അത് പിന്നീട് കൊല്ലൂർ എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും എന്നാണ് വിശ്വാസം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മൂകാംബിക ദർശനം നടത്തിയാൽ വിദ്യാഭ്യാസ ഉന്നതിയും ബുദ്ധിശക്തിയും വാക്ചാതുരിയും സിദ്ധിക്കുമെന്നുള്ള വിശ്വാസവുമുണ്ട്. 3 ലോകങ്ങൾക്കും വിനാശകനായി ഭവിച്ച മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതത്രേ. ആദിപരാശക്തിയുടെയും പരബ്രഹ്മത്തിന്റെയും സംയോജിത രൂപമാണ് മൂകാംബിക. ദേവി സന്നിധിയിൽ എത്തണമെങ്കിൽ അമ്മയുടെ വിളി വേണമെന്ന ഒരു വിശ്വാസം കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ എത്രയൊക്കെ സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ ചെയ്താലും മനസ്സിൽ അമ്മയുടെ വിളിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ. മൂകാംബിക ക്ഷേത്രത്തിലെ അതിഗംഭീരമായ ശ്രീകോവിലിൽ അമ്മയെ ദർശിക്കാം. ലിംഗ സ്വരൂപിണിയായും വിഗ്രഹഭാവത്തിലും ജഗത്തിന്റെ അധിപയായ ജഗത്മാതാവായ ആദിപരാശക്തിയായും സർവ്വതും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപവുമായ ആ അമ്മയെ തൊഴുത് അതുകഴിഞ്ഞ് വലം വെച്ച് ചെറിയ ഗണപതിക്ക് മുന്നിലെത്തി ശ്രേഷ്ഠമായ ഗണപതി വിഗ്രഹവും കണ്ട് പ്രാർത്ഥിക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരാചാര്യർ സ്ഥാനത്തെത്തി ആചാര്യ വന്ദനവും ഗുരുവന്ദനവും നടത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് എത്താം. അതുകഴിഞ്ഞാൽ ഉപദേവതാമൂർത്തിയായ സുബ്രഹ്മണ്യനെ ദർശിച്ച് ക്ഷേത്രത്തിന് പിറകിലെത്തി പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കിട്ട രമണനെയും ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീരഭദ്ര ദർശനം നടത്തേണ്ടത്. അതിനുശേഷം സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതിയെ വന്ദിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കേണ്ടവർക്ക് അതാവാം. ഇനി കുടജാദ്രിയിലേക്കുള്ള യാത്രയിലാണ്. കൊല്ലൂർ മൂകാംബിക ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തന്റെയും അടുത്ത ലക്ഷ്യം കുടജാദ്രി തന്നെയാണ്. മൂകാംബിക ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ നിന്നും അല്പം വടക്കോട്ട് മാറിയിട്ടാണ് ജീപ്പ് സ്റ്റാൻഡ് ഉള്ളത്.
ഇവിടുന്ന് 38 കിലോമീറ്റർ ദൂരമുണ്ട് കുടജാദ്രിയിലേക്ക്. ജീപ്പിന് ഒരാൾക്ക് 570 രൂപയായിരുന്നു ഞാൻ പോകുമ്പോൾ. 8 പേരുണ്ടെങ്കിൽ ജീപ്പ് വിളിച്ചു പോകാം. വനം വകുപ്പിന്റെ പെർമിഷൻ കിട്ടിയ ജീപ്പുകൾ മാത്രമേ കുടജാദ്രിയിലേക്ക് സർവീസ് നടത്തൂ. കാടിനുള്ളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും കടന്നുപോയ ജീപ്പ് നിട്ടൂർ എന്ന സ്ഥലത്ത് നിർത്തും. ഭക്ഷണം ഇവിടുന്ന് കഴിച്ച് കുടിവെള്ളം വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാവും. അവിടുന്നും കുറച്ചു ദൂരം പിന്നിട്ടാൽ നഗോഡിയിലെത്തും. വീണ്ടും വനപ്രദേശങ്ങളും ഗ്രാമങ്ങളും കടന്ന് കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും. ഇവിടെ ജീപ്പ് ഒന്നിന് 200-ഉം ഒരാൾക്ക് 50 രൂപയും നൽകണം. രാവിലെ 6 മുതൽ വൈകുന്നേരം 4 വരെ ഇവിടുന്ന് പാസ് ലഭിക്കും. ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക പാസ് എടുക്കണം. മലമുകളിൽ നമുക്ക് തങ്ങാനും പാടില്ല. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കാട്ടുപാതയിലൂടെയാണ് യാത്ര. പരിചയ സമ്പന്നരായ ഡ്രൈവർമാർ മാത്രമേ ഈ വഴിയെ ജീപ്പ് ഓടിക്കൂ. മഴക്കാലം ഈ വഴി വളരെ ദുർഘടമാവും. 2 കൈയും പിടിച്ച് ജീപ്പിലിരുന്നില്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോകും എന്നുള്ള അവസ്ഥയായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ യാത്രയുടെ. മൂകാംബിക വന്യമൃഗ സങ്കേതത്തിൻ്റെ ഭാഗവും പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട പ്രദേശവുമാണിത്. കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ് കുടജാദ്രി. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇരുവശത്തും. ചിലയിടങ്ങളിൽ ജീപ്പ് കിതച്ച് കയറേണ്ടി വന്നിട്ടുണ്ട്. ഒരു വശത്ത് കണ്ണെത്താ ദൂരത്തോളമുള്ള കൊക്കയും മറുവശത്ത് മനോഹരമായ മലനിരകളും. അവസാനം കുടജാദ്രി മലയിലേക്കുള്ള ജീപ്പ് യാത്ര അവസാനിക്കുന്ന സ്ഥലത്തെത്തി. ഇനി മുകളിലോട്ട് നടക്കണം. 1.5 മണിക്കൂർ ജീപ്പുകാർ നമ്മളെ കാത്തിരിക്കും. പിന്നീട് വരുന്ന ഓരോ മണിക്കൂറിനും പ്രത്യേക ചാർജ് കൊടുക്കേണ്ടതായി വരും. മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രമായി കണക്കാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. മുകാസുരനെ നിഗ്രഹിച്ച ശേഷം ആ ത്രിശൂലം കുത്തി നിർത്തി എന്നുകൂടി വിശ്വസിക്കുന്ന ഇടം. കാല ഭൈരവ ക്ഷേത്രവും കൂടി അടുത്തുണ്ട്. നാഗതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു കുളം കൂടിയുണ്ട് ഇവിടെ. കാട്ടിലൂടെ നിർത്താതെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഉറവയും കാണാം. ഇനി കുടജാദ്രിയുടെ മുകൾ ഭാഗത്തോട്ടുള്ള കയറ്റം കയറാം. നടക്കാൻ പ്രയാസമുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് മുകളിലോട്ടുള്ള യാത്ര. കുറച്ച് കയറ്റം കയറിയ ശേഷം അല്പനേരം ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റമാണ് കേട്ടോ. ഇവിടെ വെള്ളമൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടും. കുടിവെള്ളം, വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ താഴെ വാങ്ങി വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നെങ്കിൽ തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിക്കണം. ആ കുപ്പി ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകാൻ പാടില്ല. അത് മാത്രമല്ല 50 രൂപ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങി വെക്കും. അതവിടെ ചെന്ന് ഒഴിഞ്ഞ കുപ്പി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ തിരിച്ചു തരും. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ പരിപാടികളൊന്നും കണ്ടില്ല. അങ്ങനെ ചെക്കിംഗ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ കുടിവെള്ളം എന്ന് പറയുന്ന സാധനമേ ഇല്ല. മല കയറാൻ പ്രയാസമാണെങ്കിലും കയറി വരുന്നതിനനുസരിച്ച് ശരീരത്തിലേക്കും മനസ്സിലേക്കും പ്രകൃതി നൽകുന്ന ഊർജം ലഭിച്ചുകൊണ്ടേയിരിക്കും. ധാരാളം ഋഷിമാർ ഇവിടെ ഒന്ന് തപസ്സിരുന്നിട്ടുണ്ട്. അവരുടെ തപസ്സുകളുടെ ഉണർവുകളെല്ലാം സൂക്ഷിക്കുന്ന ഭൂമിയാണ് കുടജാദ്രി മലനിരകൾ. എന്തോ അയ്യോ ക്ഷീണിച്ചു. ഇല്ല ഇനി കൊറേ ഉണ്ടോ? ഓട്ടോ ഒക്കെ വിളിക്കും. മൂകാസുരൻ എന്ന അസുരനെ ദേവി വധിച്ച സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം. അറിവിൻ്റെ ദേവതയായ സരസ്വതിയെ പ്രീതിപ്പെടുത്താനായി ആദി ശങ്കരാചാര്യർ കുടജാദ്രിയിലെത്തി കഠിന തപസ് ആരംഭിച്ചു. തപസ്സിൽ സന്തുഷ്ടയായ ദേവി പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ശങ്കരൻ ദേവിയെ തൻ്റെ കൂടെ കേരളത്തിലേക്ക് വരാൻ അഭ്യർത്ഥിച്ചു. താൻ പുറകെ വരാമെന്നും തിരിഞ്ഞു നോക്കരുതെന്നും ദേവി ഉപാധി വെച്ചു. എന്നാൽ യാത്രക്കിടെ ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ
ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അതോടുകൂടി ദേവി അവിടെ തന്നെ അദൃശ്യയായി നിലകൊണ്ടു എന്നും ദേവി വന്നു നിന്നത് മൂകാംബികയിൽ ആയിരുന്നു എന്നുമാണ് ഐതിഹ്യം. കുടജം അല്ലെങ്കിൽ കുടകപ്പാല അല്ലെങ്കിൽ ഗിരിമല്ലിക എന്ന ചെടി വളർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കുടജാദ്രി എന്ന പേര് വന്നത്. സഖ്യപർവ്വതത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ചുറ്റിലും. കുടജവും മല എന്ന അർത്ഥം വരുന്ന അദ്രിയും ചേർന്നാണ് കുടജാദ്രി ആയത്. സർവ അജ്ഞതയും ഇല്ലാതാക്കുന്ന, സർവ ജ്ഞാനങ്ങളെയും ഉണർത്തുന്ന സർവജ്ഞ പീഠത്തിലേക്കാണ് നമ്മൾ ഇനി എത്താൻ പോകുന്നത്. ശ്രീ ശങ്കരാചാര്യർക്ക് ദേവിയുടെ ദർശനം കിട്ടിയ പുണ്യസ്ഥലം, അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന സർവജ്ഞ പീഠം. ഇത് അക്ഷരപുണ്യത്തിന്റെ അവസാന വാക്കാണ്. പ്രപഞ്ച ദൈത്യഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശ്രീ ശങ്കരാചാര്യർ നടന്നെത്തി ജ്ഞാനത്തിന്റെ പൂർണ്ണ ദീപം ആചാര്യൻ തെളിയിച്ചത് ഈ കൽവിളക്കിലാവാം. ഈ അക്ഷര പുണ്യത്തിന്റെ സരസ്വതി ദേവിയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കയറി വന്ന കയറ്റങ്ങളിലെ തളർച്ചയും മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി നിൽക്കും. ഓരോ മനുഷ്യന്റെയും യാത്രയിൽ അവൻ അറിയുന്ന സത്യങ്ങളുണ്ടാവും. അതുതന്നെയാണ് അടുത്ത യാത്രയ്ക്കായി അവനെ പ്രേരിപ്പിക്കുന്നത്. പാതയോരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയായി. ഇനിയും നല്ല യാത്രകളിൽ, നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട വാങ്ങുന്നു.